السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. خذ بيدي قلت حيلتي أدركني يا رسول الله. ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദന്മാർ, സ്നേഹനിധികളായ മുഅ്മിനുകൾ, പിഞ്ചോമന മക്കൾ, അല്ലാഹു നാം ചൊല്ലിയ ദിക്റുകളെയും സ്വലാത്തുകളെയും ഖുർആനോത്തിനെയും എല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാരാകട്ടെ. ഈ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൻ നഈം എന്ന സ്വർഗത്തിൽ അല്ലാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദന്മാർ, നമ്മെ സ്നേഹിക്കുന്നവർ, നാം സ്നേഹിക്കുന്നവർ, നാമുമായി ബന്ധപ്പെടുന്നവർ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാരാകട്ടെ. സുദീർഘമായി സംസാരിക്കുന്നില്ല. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിൽ മാസം തോറും കഴിച്ചു വരാറുള്ള ദിക്ർ മജ്ലിസ്, അതിൽ വന്ന് ഒരുമിച്ച് കൂടിയവരാണ് നാം എല്ലാവരും. അല്ലാഹു തആല നാം ഈ മജ്ലിസിൽ വന്നിരുന്ന ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാൻ അല്ലാഹു സലാമത്താക്കി അനുഗ്രഹിക്കുമാരാകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹിക്കൽ കൊണ്ടാണ് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയം. എപ്പോഴും എല്ലാ മജ്ലിസിലും നാം പറയാറുണ്ട്, തുല്യതയില്ലാത്ത നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ തങ്ങളെപ്പോലത്തെ ഒരു വ്യക്തിയെ, ഒരു മനുഷ്യനെ എന്നല്ല ഒരു സൃഷ്ടിയെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടേ ഇല്ല. എല്ലാവർക്കും അതറിയാം. ഈ ലോകവും ഈ ലോകത്തിലുള്ള സർവ്വ ചരാചര വസ്തുക്കളെ സൃഷ്ടിക്കാൻ കാരണക്കാരനാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ആ ഹബീബിനെ നാം സ്നേഹിക്കണം. ആ ഹബീബിനെ സ്നേഹിക്കൽ കൊണ്ട് മാത്രമാണ് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷ. ആരെല്ലാം ഇവിടെ വിജയം കൈവരിച്ചിട്ടുണ്ടോ, ആരെല്ലാം ആഖിറത്തിൽ വിജയം കൈവരിക്കാനുണ്ടോ, അതിനെല്ലാത്തിനും കാരണക്കാരൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് സ്വാലിഹീങ്ങള്, സ്വഹാബികള്, താബിഈങ്ങള്, തബഉ താബിഈങ്ങള്, അങ്ങനെ കഴിഞ്ഞ അല്ലാഹുവിന്റെ ഹബീബ് മുതൽക്ക് ഇന്ന് ഈ കാലഘട്ടത്തിലുള്ള മഹാരഥന്മാർ വരേക്കും എല്ലാവരും വിജയം കൈനേടാൻ, വിജയം കൈവരിക്കാൻ കണ്ട ഒരേ ഒരു മാർഗം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ തങ്ങളെ മദ്ഹ് പറയുക, ആ തങ്ങളെ സ്നേഹിക്കുക, ആ തങ്ങളെ ധാരാളം പുകഴ്ത്തി പറയുക, ആ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക, ആ ഹബീബിനെ പറയുന്നത് ഇഷ്ടപ്പെടുക, ആ ഹബീബിന് ആരെങ്കിലും മദ്ഹ് പറയുന്നത് അതൊരു ആവേശമായി അവർ കാണുക. ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ അവർ കൊണ്ടുവന്നു. കാരണം അവർക്കറിയാം, ഹബീബിലൂടെ അല്ലാതെ വിജയം ഇല്ല. ദുനിയാവിൽ എന്ത് വിജയം കിട്ടണമോ, ആഖിറത്തിൽ നമുക്ക് വിജയം എങ്ങനെ കൈവരിക്കണമോ, അതിനെല്ലാത്തിനും കാരണക്കാരൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് സ്നേഹനിധികളായ എന്റെ മുഅ്മിനുകളോടും എന്റെ സ്വന്തം നഫ്സിനോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഞങ്ങൾ ആ ഹബീബിനെ സ്നേഹിക്കണം. നമ്മുടെ ഈമാന രക്ഷയ്ക്ക് ഒരൊറ്റ വഴി ഹബീബിനെ സ്നേഹിക്കലാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുക. ഞാൻ 1-2 മജ്ലിസിന് മുമ്പ് ഇവിടെ പറഞ്ഞിരുന്നു, ദിവസം ഒരു 100 സ്വലാത്ത് പ്രാവർത്തികമാക്കി കൊണ്ടുവന്നാൽ ഇൻഷാ അല്ലാഹ് മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ഹബീബിനെ കാണാൻ കഴിയും. അല്ലാഹു കാണാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. അത് പറഞ്ഞവർ പറഞ്ഞ വാക്ക് സ്വീകരിച്ച് 100 സ്വലാത്ത് ദായിമാക്കുന്ന പല മുഅ്മിനുകളും ഈ സദസ്സിലുണ്ട്.
അന്ന് ഞാൻ പറയുമ്പോൾ ഈ സദസ്സിൽ ഇല്ലാത്ത മുഅ്മിനുകളോട് എനിക്ക് ഇന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ പറയുന്ന ഞാനടക്കം ഞങ്ങൾ ഒരു ദിവസം ഒരു 100 സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കി കൊണ്ടുവരണം. ഇൻഷാ അല്ലാഹ് അങ്ങനെ കൊണ്ടുവന്നാൽ അല്ലാഹു നമ്മെ വെറുതെ വിടുകയില്ല. ആ ഹബീബിന്റെ പവർ കൊണ്ട്, അള്ളാന്റെ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട്, സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് മരിക്കുന്നതിന് മുമ്പൊരിക്കലെങ്കിലും ഹബീബിനെ കാണാൻ നമുക്ക് സാധിക്കും. അള്ളാഹു അതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഹബീബിനെ വന്ന് കാണൽ. ഹബീബിനെ കാണാൻ എത്രയോ മുഅ്മിനുകൾ ആഗ്രഹിക്കുകയാണ്. എത്രയോ മുഅ്മിനുകൾ അതാ രാപ്പകലെന്ന വ്യത്യാസമില്ലാതെ അവരുടെ ദുആകളിൽ അവർ ഹബീബിനെ കാണാൻ അങ്ങ് ആഗ്രഹിക്കുന്നു. ആ ഹബീബിനെ കാണാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. കാരണം ഹബീബിനെ ഒരിക്കൽ കണ്ടാൽ അവന് വിജയിച്ചു, അവന് വലിയ ഭാഗ്യമാണ്. അള്ളാന്റെ ഹബീബിനെ കണ്ടാൽ അത് ഹബീബ് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ് ഹബീബിനെ കാണാൻ ചിന്തിക്കല്. അങ്ങനെയല്ലേ ഞങ്ങളെ ഭാര്യയോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ, വാപ്പയോട് സ്നേഹമുണ്ടെങ്കിൽ, ആ സ്നേഹമുള്ള വാപ്പയെ ഒന്ന് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയില്ലയോ? ഉമ്മയെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുകയില്ലയോ? ഞങ്ങൾക്ക് വാപ്പ കിട്ടിയതും ഉമ്മ കിട്ടിയതും എല്ലാം കിട്ടിയതും എല്ലാത്തിനേക്കാൾ വലുതാകുന്ന ഈമാനിക പ്രകാശം നമുക്ക് കിട്ടിയത്, ആ കിട്ടാൻ കാരണക്കാരൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ ആ ഹബീബിനെ കാണാൻ ആഗ്രഹിക്കുന്നത് ആ ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമല്ലയോ മുഅ്മിനേ? അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ സദസ്സിൽ വന്ന മുഅ്മിനുകളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ദിവസം ഒരു 100 സ്വലാത്ത് പതിവായിക്കോ. ഹബീബിനെ കാണാനുള്ള ഒറ്റ നീയത്തോടെ, പാസ്പോർട്ട് കിട്ടണമെന്ന് ഉദ്ദേശിച്ചല്ല, വിസ ശരിയാകണമെന്ന് ഉദ്ദേശിച്ചല്ല, എന്തെങ്കിലും ഈ ഭൗതിക ലോകത്ത് നമുക്ക് വിജയം കിട്ടണമെന്ന ഉദ്ദേശം കൊണ്ടല്ല, ഹബീബിനെ കാണാനുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടെ ദിവസം 100 സ്വലാത്ത് പതിവായിക്കോ. ഓ മുഅ്മിനേ, ഹബീബിനെ ഒരിക്കൽ കണ്ടാൽ അവന് ദുനിയാവ് രക്ഷപ്പെട്ടു, ആഖിറം രക്ഷപ്പെട്ടു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അത്തരത്തിലുള്ള മുഅ്മിനീങ്ങളിൽ ഞങ്ങളെല്ലാവരെയും, ഞങ്ങൾ സ്നേഹിക്കുന്നവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വലിയ വിഷയമാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു സ്നേഹം ഒരു മനസ്സിൽ മനത്തൂക്കം കടന്നു കഴിഞ്ഞാൽ പിന്നെ സ്വലാത്ത് ചൊല്ലാതിരിക്കാൻ മനസ്സ് വരുമോ? ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ അടുത്ത് ഒരു മഹാനവർകൾ അജ്മീരുടെ ആ സിൽസിലയിൽപ്പെട്ട ഒരു ആശിഖ് റസൂൽ, അള്ളാഹിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ നിന്നു. അദ്ദേഹം വരുന്നതിന് മുമ്പ് വിളിച്ചു പറഞ്ഞ ഒരു 5 മിനിറ്റ് പോലും നിൽക്കാൻ സമയമില്ല, കയറി പോകും. പക്ഷേ അദ്ദേഹം കയറി വരുന്ന സമയത്ത് നമ്മുടെ വിദ്യാർത്ഥികളും ഉസ്താദന്മാരും അള്ളാന്റെ ഹബീബിന്റെ മധു പറയുന്ന ആ ബുർദയുടെ ഈണങ്ങളെന്ന് പാടുമ്പോ സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ ബിസി അദ്ദേഹത്തിലേക്ക് മറന്നുപോയി. 2 മണിക്കൂറോളം സുബ്ഹാനല്ലാഹ് ഇരുന്നു, എല്ലാ നിലക്കും സന്തോഷിച്ച് ദുആ ചെയ്തു പോയി. അതാണ് അള്ളാന്റെ ഹബീബിനെ സ്നേഹം വെക്കുന്നവർക്ക് റസൂലുള്ളാഹ് തങ്ങളെ മധു പറയുന്നത് വലിയ ഇഷ്ടമാണ്. റസൂലുള്ളാഹ് തങ്ങളെ മധു പാടുന്നത് ഇഷ്ടമാണ്. അങ്ങനെയല്ലേ അള്ളാന്റെ ഹബീബിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വലിയ ഒരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ട അഹ്മദ് റസാ ബറേഹൽ. വലിയ മഹാനാണ്, നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ്, 1000കണക്കിൽ ഗ്രന്ഥം രചിച്ച വലിയ മഹാനാണ്. അറബിയിലും ഉറുദുവിലും ഫാർസിയിലൊക്കെ വിവിധങ്ങളായ ഭാഷകളിൽ വലിയ വലിയ ഗ്രന്ഥങ്ങൾ ലഭിച്ച് റസൂലുള്ളാഹി തങ്ങളോടുള്ള ഹുബ്ബ് ലോകത്ത് ഏറ്റവും പ്രധാനമായി കാണിച്ചു തന്ന മഹാരഥന്മാരെ കൂട്ടത്തിൽ വെച്ച വലിയൊരു മഹാനാണ് അഹമ്മദ് റസാ ഖാൻ. ഇന്ത്യക്കാരനാണ്, ഇന്ത്യയിൽപ്പെട്ട ഒരു മഹാനാണ്. അങ്ങനെ ഇന്ത്യയിലെ പല മഹാന്മാരും റസൂലുള്ളാഹി തങ്ങളെ ഇഷ്ക് വെച്ചിട്ടുണ്ട്. ഉമർ
ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വലിയ ആശിക്കാണ്. റസൂലുള്ളാഹി തങ്ങളെ മുഹബ്ബത്ത് വെച്ച ഒരു മഹാനാണ്. ആ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു മദീനയിൽ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തെത്തി. എത്തിയപ്പോൾ ആ ഗേറ്റ് അങ്ങ് പൂട്ടിയിരിക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ അങ്ങ് അടുത്ത് ചൊല്ലാൻ ഉമർ ഖാലിക്ക് കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്, മദീനയിലെത്തിയ ഉമർ ഖാലിക്ക് റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് എത്താൻ സാധിച്ചില്ലെങ്കിൽ അത് ഞങ്ങളെ പോലെയുള്ള ഇഷ്കല്ല. റസൂലുള്ളാഹി തങ്ങളോടുള്ള ഇഷ്കിന്റെ വലിയ നേതാവാണ്. സുബ്ഹാനല്ലാഹ്, ഇഷ്ക് കൊണ്ട് മതിമറന്ന ആളാണ്. ആ ഉമർ ഖാലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളെ മധു പറഞ്ഞ് അങ്ങൊരു ബൈത്ത് വാടിയപ്പോ സുബ്ഹാനല്ലാഹ് റസൂലുള്ളാഹി തങ്ങളതാ ഗേറ്റ് തുറന്നു. ഒരാളും സപ്പോർട്ടില്ലാതെ സഹായമില്ലാതെ ഗേറ്റ് അങ്ങ് ഓപ്പണായി. ഉമർ ഖാലി റസൂലുള്ളാഹി തങ്ങൾ അരികെ ചെല്ലുന്നു. അതുപോലെ കേരളത്തിൽ ജീവിച്ച മറ്റൊരു മഹാനാണ് ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ്. വലിയ മഹാനാണ്, നെട്ടിച്ച കറാമത്തുകൾ കാണിച്ച മഹാനാണ്, വലിയ ഇഷ്കുള്ള മനുഷ്യ മഹാനാണ്. അങ്ങനെ കേരളത്തിൽ ജീവിച്ച മഹാരഥന്മാർ പലരും റസൂലുള്ളാഹി തങ്ങളെ വേണ്ടതുപോലെ സ്നേഹിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ സ്നേഹിച്ച മഹാന്മാരുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു മഹാനാണ് അഹമ്മദ് റസാ ഖാൻ ബറേൽവി. ഇന്ത്യക്കാരനാണ്, ബറേൽവികാരനാണ്, വലിയ മഹാനാണ്, മുജദ്ദിദാണ്, എത്രയോ കിതാബുകൾ രചിച്ച മഹാനാണ്. റസൂലുള്ളാഹി തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു മഹാനാണ്. റസൂലുള്ളാഹി തങ്ങളെ മധു പറഞ്ഞ ഒരുപാട് ഗ്രന്ഥം രചിച്ച മഹാനാണ്. ആ ബഹുമാനപ്പെട്ട അഹമ്മദ് റസാ ഖാൻ മരിക്കുമ്പോൾ ഒരു വസിയ്യത്താണ്. എന്താ വസിയ്യത്ത്? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഖബറടക്കുമ്പോ എന്റെ ഖബറിലേക്ക് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ വരുന്നവര് രംഗമുണ്ടാകും. ആ സമയത്ത് എനിക്ക് റസൂലുള്ളാഹി തങ്ങൾ വരുമ്പോ ഈ സാധുവായ അഹമ്മദ് എനിക്ക് ഇരിക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി വരുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം, എനിക്കൊന്ന് എണിച്ചു നിൽക്കണം. അതിന് വേണ്ടി ഓ ശിഷ്യന്മാരെ, സ്നേഹിക്കുന്നവരെ, ഞാൻ മരിച്ചാൽ എനിക്ക് ഖബർ കുഴിക്കുമ്പോ ഇനി ഒരു മനുഷ്യൻ നിൽക്കാൻ എത്ര കണ്ട് ആഴം വേണമോ അത്ര കണ്ട് എന്റെ ഖബർ ഉയരം കുഴിക്കണം, അത്ര കണ്ട് ആഴത്തിൽ എന്റെ ഖബർ കുഴിക്കണമെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, എന്തൊരു ഇഷ്കാണ്. ഖബറിലേക്ക് റസൂലുള്ളാഹി വരുമ്പോ എനിക്ക് ഇരിക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി തങ്ങളൊന്നു അതാ അവിടുന്ന് ചുംബിക്കണം, അവിടുന്ന് കോത്തുപിടിക്കണം, അതിനവസരമുണ്ടാകുന്ന നിലയ്ക്ക് എനിക്ക് ഖബർ കുഴിക്കണമെന്ന് പറഞ്ഞ് എന്ന് വസിയ്യത്ത് ചെയ്ത് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ മഹാന്മാർ ഞങ്ങളെപ്പോലോത്ത വിവരം കെട്ടവരല്ല, ഞങ്ങളെപ്പോലോത്ത തഖ്വയില്ലാത്തവരല്ല. വലിയ മഹാനാണ്. വലിയ മക്കയിലും മദീനയിലും വരെ വലിയ വലിയ ആലിമീങ്ങൾക്ക് പല വിഷയങ്ങളും ഇസ്ലാമികമായ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പല മസ്അലകളും പറഞ്ഞു കൊടുത്ത വലിയ മഹാനായിരുന്നു, മുജദ്ദിദായിരുന്നു. ആ അത്രയ്ക്കും വിവരമുള്ള പണ്ഡിതന്മാർ ചിന്തിച്ചു പഠിച്ച അവസാനം അവർ ചിന്തിക്കുന്നത്, ഞാൻ ഈ പഠിച്ചതിൽ നിന്ന് മുഴുവനും എനിക്ക് മനസ്സിലാകുന്നത് റസൂലുള്ളാഹി തങ്ങളാണ് നമ്മുടെ വിജയത്തിന് മാർഗം അല്ലാഹുവിന്റെ ഹബീബാണെന്ന് അവർ പഠിച്ചു മനസ്സിലാക്കി അവസാനം റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിച്ച് ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഹബീബിന്റെ ആശിഖീങ്ങളിൽ അവിടുത്തെ പ്രിയം വെക്കുന്ന മുഹബ്ബീങ്ങളിൽ അല്ലാഹു ഞങ്ങളെയും കുടുംബത്തെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാണ്. നമുക്ക് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ആഖിബത്ത് നന്നായി നമുക്കൊന്ന് മരിക്കണം. വലിയ വലിയ സ്ഥാനത്തിലെത്തിയവരുടെ മരണം കേൾക്കുമ്പോൾ വലിയ നെട്ടിപ്പോവുകയാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, വലിയ പണ്ഡിതനാണ്. ആ പണ്ഡിതനിൽ നിന്ന് ഇൽമു ഓതിപ്പടിച്ച മറ്റ് അദ്ദേഹത്തിന്റെ മഹാനവരുടെ ഒരു ശിഷ്യൻ സുബ്ഹാനല്ലാഹ് മരിക്കുന്ന അവസരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തു തൗഹീദ് പറയാൻ കിട്ടുന്നില്ല. ഉസ്താദ് ഹളറത്തിലുണ്ട്, അത്ഭുതപ്പെടുന്ന എന്റെ ഒരു ശിഷ്യനാണ്, നല്ല ഇൽമു പഠിച്ച ആളാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കിട്ടുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഉസ്താദ് അവസാനം ഒരുപാട് ഓർമ്മപ്പെടുത്തി കൊടുത്തു. അവസാനം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കൂ മോനെ.
അപ്പോഴാണ് ഉസ്താദിനോട് ശിഷ്യൻ പറയുന്നത്, ഇല്ല ഉസ്താദേ, ഞാൻ അങ്ങനെ പറയില്ല, ഞാൻ ആശയത്തിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അങ്ങനെ കാഫിറായി ചത്തുപോയി. ഫുളൈൽ ഇബ്നു ഇയാദ് വലിയ മഹാനാണ്, വലിയ ആബിദാണ്. ചിന്തിച്ചു, ഇതെന്തൊരു അത്ഭുതമാണ്, എന്റെ ഒരു ശിഷ്യൻ ഇങ്ങനെ ഈമാനില്ലാതെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നതെന്ന്. അങ്ങനെ സുബ്ഹാനല്ലാഹ്, എവിടേക്കും പോകുന്നില്ല ഉസ്താദ്, പള്ളിയിലിരിക്കുകയാണ്, ചിന്തയോടെ ഖേദത്തോടെ ഇരിക്കുന്നു. അവസാനം ഒരു ദിവസം ആ ശിഷ്യനെ കാണാൻ സാധിച്ചു. അല്ല മോനെ, നിനക്കെന്ത് സംഭവിച്ചു? ഉസ്താദേ, എന്റെ ജീവിതത്തിൽ വന്ന ചില തെറ്റുകൾ കൊണ്ട് എന്റെ ഈമാൻ അങ്ങ് ചത്തു, എന്റെ ഈമാൻ അങ്ങ് നഷ്ടപ്പെട്ടു പോയി. എന്റെ ജീവിതത്തിൽ വന്ന ചില അബാധകളും എന്റെ ഫിത്നകളും അതുപോലെ എനിക്കുണ്ടായ ചില അഭ്യാസങ്ങൾ, ശീലങ്ങൾ, അതെനിക്ക് മറക്കാൻ സാധിച്ചില്ല, അതിൽ നിന്ന് എനിക്ക് തൗബ ചെല്ലാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവസാനം ഞാൻ ഈമാനില്ലാതെ പോയി ഉസ്താദേ എന്ന് ശിഷ്യനതാ ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ സംഭവം ഗ്രന്ഥങ്ങൾ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നാം വലിയ ആബിദാണ്, നാം വലിയ ധർമ്മിഷ്ഠനാണെന്ന് പറഞ്ഞ കാര്യമില്ല. അല്ലാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കട്ടെ, നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി അനുഗ്രഹിക്കട്ടെ. റസൂലുള്ളാഹി തങ്ങളെ കണ്ട് പുഞ്ചിരിച്ച് മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ച് പ്രിയപ്പെട്ടവർ, ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആണ് പ്രധാനമായി ഇവിടെ നടക്കുന്ന ദുആ. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് ബുർദയുടെ അവസാനത്തെ ഈണങ്ങൾ പാടി കുണ്ടൂർ ഉസ്താദ് രചിച്ച മദ്ഹ് ഗാനം ഇവിടെ പാടി ഇൻഷാ അല്ലാഹ് നമുക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ തവസ്സുലാക്കി മുൻനിർത്തി ദുആ ചെയ്യണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി നമ്മളിൽ നിന്ന് കബൂലാക്കട്ടെ. ഇവിടെ ഇൻഷാ അല്ലാഹ് ഒരുപാട് പരിപാടികളുണ്ട്. നമ്മുടെ ഈ മൻസർ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു 313 എല്ലാ മാസം തെറ്റാതെ സലാത്തിന്, മുടങ്ങാതെ സലാത്തിന് വരുന്ന ഒരു 313 മെമ്പർമാരെ നമുക്ക് ഉണ്ടാക്കണമെന്ന് നാം തുടങ്ങി. അതിന്റെ പ്രവർത്തനം തുടങ്ങി. അൽഹംദുലില്ലാഹ് ഏകദേശം 200-ൽ മേലെ മെമ്പർമാർ നമുക്കായി. എന്തിനാണിത്? പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ആളെ കാണാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭൗതിക ലാഭമോ ഒന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ല. തീർച്ചയായും ഈ പതിവായി ഈ സദസ്സിൽ വന്നിരുന്നു കൊണ്ട് ഒരു മനുഷ്യൻ ആ 313 ആളിൽ നിന്ന് ഒരാളെങ്കിലും അല്ലാഹുവിന്റെ ഹബീബിനെ വേണ്ടതുപോലെ സ്നേഹിച്ചാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ അത് മതി എന്ന ഒറ്റ ചിന്തയോടെ മുഅ്മിനീങ്ങൾക്ക് ദിക്റിനോട് ഇഷ്കുണ്ടാക്കാൻ, ഹബീബിന്റെ സ്വലാത്തിനോട് ഇഷ്കുണ്ടാക്കാൻ, ഹബീബിനോട് ഇഷ്കുണ്ടാക്കാൻ, തെറ്റാതെ ഏകദേശം ഒരു എല്ലാ സ്വലാത്തിലേക്ക് വരാൻ ഞാൻ റെഡി എന്ന് തീരുമാനമെടുക്കുന്ന ഒരു 313 മെമ്പർമാർ നമുക്കുണ്ടാകണമെന്ന ചിന്തയിൽ നാം എല്ലാ വീട് നമ്മുടെ പ്രവർത്തകൻ ഉസ്താദന്മാർ, നമ്മുടെ മറ്റുള്ള പ്രവർത്തകന്മാർ പോയപ്പോൾ ഞാൻ എല്ലാ സ്വലാത്തിന് വരാമെന്ന് ഏറ്റെടുത്ത് ഫോറം ഫില്ലപ്പാക്കി. അൽഹംദുലില്ലാഹ് ഇതുവരെ ഒരു സ്വലാത്തിനും തെറ്റാതെ, ഇനി തെറ്റെങ്കിൽ തന്നെ അത് വലിയ കാരണത്തോട് മാത്രം തെറ്റി, അല്ലാതെ അനാവശ്യമായിട്ട് വീട്ടിൽ നിന്ന് തെറ്റിയതല്ല എന്ന ചിന്തയോട് അത് ഏറ്റെടുത്ത് വരാൻ തീരുമാനിക്കുകയും വരികയും ചെയ്ത ഒരുപാട് മുഅ്മിനീങ്ങൾ ഇവിടെയുണ്ട്. ഇൻഷാ അല്ലാഹ് പതിവായി വന്നാൽ അല്ലാഹു തആല അതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാൻ സലാമത്താക്കും. അല്ലാഹു സലാമത്താക്കട്ടെ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാണ്ട് കൂടുതൽ പ്രസംഗമോ ഒന്നുമില്ലാതെ അത്യാവശ്യം ചെറിയ വിഷയങ്ങൾ സംസാരിച്ച് ദിക്റും സലാത്തും ബുർദയും എല്ലാ ഈ കൂടുതൽ മുഅ്മിനീകൾ ആത്മീയമായി ബന്ധപ്പെടുത്താൻ ആവശ്യമുള്ള എല്ലാ അവസ്ഥകളും ഇവിടെ ഉണ്ടാക്കി ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന മുഅ്മിനീകളാക്കി മാറ്റാൻ ഈ പറയുന്ന ഞാനടക്കം ഞങ്ങളെല്ലാവരും അല്ലാഹുവിന്റെ ഹബീബിന്റെ ആശിഖീങ്ങളിൽ പെടാൻ വേണ്ടിയാണ് ഈ പദ്ധതി ഞങ്ങൾ തയ്യാർ ചെയ്തത്. അല്ലാഹുവേ, നീ വിജയിപ്പിക്കണേ റഹ്മാനെ, നീ വിജയിപ്പിക്കണേ റബ്ബേ. ഞങ്ങളെ സദസ്സ് നീ ഏറ്റെടുക്കണേ റബ്ബേ. നിന്റെ ഹബീബിന്റെ നളറുള്ള ഒരു സദസ്സായി ഞങ്ങളെ സദസ്സിനെ നീ കബൂലാക്കണേ റബ്ബേ. നിന്റെ ഹബീബിന്റെ സാന്നിധ്യം അറിയിക്കുന്ന സദസ്സായി ഈ സദസ്സിനെ നീ കബൂലാക്കണേ റഹ്മാനെ. ഇവിടെ ഇതുവരെ ഏറ്റെടുത്ത് ഒന്നും മുടങ്ങാതെ ഇതുവരെ വന്നതും ഇനി വരുമെന്ന് തീരുമാനമെടുക്കുന്നതും എടുത്തവരുമായ എല്ലാ മുഅ്മിനീങ്ങളുടെ ഉദ്ദേശം നിനക്കറിയാം റബ്ബേ. നീ ആ ഉദ്ദേശത്തിൽ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. എല്ലാ നിലക്കും അവർക്ക് ഐശ്വര്യം വർദ്ധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് അവർക്കുള്ള ഒരു കാർഡ് ഇൻഷാ അല്ലാഹ് MMTന്റെ അത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ദുആക്ക് മുമ്പായി അവർക്കുള്ള ഒരു കാർഡ് ആ പ്രത്യേക മെമ്പേഴ്സിനുള്ള കാർഡ് ഇവിടെ ഇൻഷാ അല്ലാഹ് വിതരണം ചെയ്യും. അത് ഒന്ന് ഒരാൾക്ക് കൊടുത്ത് ഇവിടുന്ന് ഉദ്ഘാടനം ചെയ്ത് മറ്റേത് അവിടെ നിന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക്
ആ സദസ്സിൽ നിന്ന് നമുക്ക് കിട്ടും, അവിടുന്ന് നമ്മുടെ കൗണ്ടറിൽ നിന്ന് നമുക്ക് കിട്ടും. ഒരാളുടെ ഇവിടെ ഇൻഷാ അല്ലാഹ് ഉദ്ഘാടനം ചെയ്യും. നമുക്ക് ദുആക്ക് കടന്ന് പെട്ടെന്ന് പിരിയുന്നത് കൊണ്ട് എല്ലാവർക്കും ഇവിടെ കൊടുക്കാൻ സമയമില്ല. പിന്നെ പ്രിയപ്പെട്ടവരെ, അത് മാത്രമല്ല, നമ്മുടെ ഈ സ്ഥാപനത്തിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി അൽഹംദുലില്ലാഹ് പ്രസംഗരംഗത്ത് സെക്ടർ മുതൽക്ക് അതുപോലെ ശാഖ മുതൽക്ക് സെക്ടറും ഡിവിഷനും ജില്ലയിലും ഒക്കെ ഫസ്റ്റ് റാങ്ക് എടുത്ത്, സ്റ്റേറ്റിലും ഫസ്റ്റ് റാങ്ക് എടുത്ത് മാത്രമല്ല ഒരു കലാപ്രതിഭയായി നല്ല ത്യാഗം ചെയ്ത ഒരു വിദ്യാർത്ഥിയായി സമ്മാനം നേടുകയും ചെയ്ത ഒരു വിദ്യാർത്ഥി ഉണ്ട്. ആ വിദ്യാർത്ഥിയെ ഏത് പ്രതിഭകളെയും പ്രോത്സാഹിപ്പിക്കണം, അവർക്ക് ധൈര്യം കൊടുക്കണം, അവരെ ഉയർത്തണം. കാരണം പ്രതിഭകളാണ് ഈ സമുദായത്തിൽ ഏറ്റവും വലിയ നല്ല ആയുധങ്ങൾ. അവർ നല്ല നിലക്ക് ഉയർന്നു വന്നാൽ സമുദായത്തിന് കിട്ടുന്ന വലിയ ഒരു ആയുധങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ആ കുട്ടിക്ക് ഇവിടെ ഒരു സ്വീകരണം നൽകും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു ആ കുട്ടിയെയും അതുപോലെ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളെയും അല്ലാഹു ഉയർത്തട്ടെ. പല വിദ്യാർത്ഥികളുണ്ട് സെക്ടറിൽ മത്സരിച്ച് അവിടെ ഫസ്റ്റ് എടുത്തവരുണ്ട്, ജില്ലക്ക് പിന്നെ അതുപോലെ സെക്കൻഡ് എടുത്തവരുണ്ട്, ഡിവിഷനിക്ക് എത്താത്തവരുണ്ട്, ഡിവിഷനിൽ സെക്കൻഡ് എടുത്തുകൊണ്ട് ജില്ലക്ക് എത്താത്തവർ, അങ്ങനെ പലരുമുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ ഇവിടെ ഈ സദസ്സിൽ പ്രത്യേക ഒരു ഗസ്റ്റ്, നമ്മുടെ UAE വലിയ പ്രവർത്തകൻ, സുന്ന ജമാഅത്തിന്റെ പ്രവർത്തകൻ, നമ്മുടെ സ്ഥാപനത്തിന്റെ വലിയ പ്രവർത്തകനായ ബഹുമാനപ്പെട്ട ഷഹീർ, നമ്മുടെ കാസിം ഉസ്താദിന്റെ മകൻ, നമ്മുടെ സ്ഥാപനത്തിന്റെ വൈസ് പ്രസിഡന്റ് കാസിം ഉസ്താദിന്റെ മകൻ ഷഹീർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ദുബായിൽ. വലിയ ജോലി തിരക്കിന്റെ ഇടക്കും നമ്മുടെ സ്ഥാപനത്തും അതുപോലെ പല സ്ഥാപനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ഈ സദസ്സിലെത്തിയിട്ടുണ്ട്. അർഹമുർ റഹീമീനായ റബ്ബ് അത് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാ. അദ്ദേഹത്തിന്റെ വരവ് അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ബറക്കത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ടതുണ്ട്, ആമീൻ പറയേണ്ടതുണ്ട്. എന്താണ്, നമ്മുടെ ഉമറാ നേതാക്കൾപ്പെട്ട ഒരാൾ ഏനപ്പൈ അബ്ദുള്ള കുഞ്ഞി ഹാജി അവർ എല്ലാ സ്ഥാപനത്തിനും സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ആൾ. നമുക്ക് പലപ്പോഴും പല നിലക്കും സഹായിച്ച ഒരു വ്യക്തിയാണ് അബ്ദുള്ള കുഞ്ഞി ഹാജി. ഈ അടുത്ത് ഞാൻ പോയി അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ വലിയൊരു ദുഃഖം പറഞ്ഞിട്ടുണ്ട്. വലിയൊരു 500 ഏക്കർ വരുന്ന സ്ഥലം അദ്ദേഹത്തിനുണ്ട്. അത് വലിയൊരു കേസാണ്, ഇപ്പോൾ സുപ്രീം കോടതിയിലുണ്ട്. ആ കേസ് 1-2 മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന് തീർന്നു കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ നല്ലൊരു നേർച്ച അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൽ ഞാൻ കാര്യമായ ഒരു വ്യവസ്ഥ ഉണ്ടാക്കി തരാമെന്ന് നേർച്ച ചെയ്തിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന്റെ നേർച്ച കബൂലാക്കുകയും അദ്ദേഹത്തിന്റെ പ്രശ്നം അല്ലാഹു തീർത്തു കൊടുക്കട്ടെ. മാത്രല്ല ഇന്നത്തെ ഈ മജ്ലിസിന്റെ വിഷയം ഞാൻ പറഞ്ഞപ്പോൾ ഇന്നൊക്കെ സീർണി നമ്മൾ എന്റെ കണക്കിലാകണം. അത് ഈ പ്രത്യേകിച്ച് ഈ വിഷയത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഈ ഷീർണിക്ക് വേണ്ടി ഞാൻ തന്നെ ക്യാഷ് തരുകയും ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ ആ തന്ന ക്യാഷ് കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഷീർണിന്റെ എല്ലാ ചെലവും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, അല്ലാഹുവേ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നിന്റെ ഹബീബ് ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട്, സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ബദ്രീങ്ങളെ ബറക്കത്ത് കൊണ്ട്, സർവ്വ സ്വാലിഹീങ്ങളെ ബറക്കത്ത് കൊണ്ട് പടച്ച റബ്ബേ അദ്ദേഹം ആ ഉദ്ദേശിച്ച ഉദ്ദേശം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റബ്ബേ. അദ്ദേഹത്തിന്റെ കേസിൽ നീ വിജയം നൽകണേ റബ്ബേ, വിജയം നൽകണേ അല്ലാഹ്, വിജയം നൽകണേ അല്ലാഹ്, വിജയം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അദ്ദേഹം പല സ്ഥാപനങ്ങൾക്ക് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് റബ്ബേ. അദ്ദേഹത്തിന് ശക്തി നൽകണേ റഹ്മാനെ, എല്ലാ പ്രശ്നങ്ങളും നീ തീർത്തു കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അങ്ങനെ പലരും നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോരുത്തർക്കായി നമുക്ക് ദുആ ചെയ്യാം. നമ്മുടെ അൽമദീന മഞ്ഞനാടി ഉസ്താദിന് അബ്ബാസ് ഉസ്താദിന്റെ വലിയ ബറക്കത്തുള്ള ഒരു സ്ഥാപനം അൽമദീന, എല്ലാവർക്കും അറിയാം. അൽമദീന ഇസ്ലാമിക് കോംപ്ലക്സ് ഒരുപാട് യതീം കുട്ടികളും ദഅവയിലുമായും ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വലിയ അല്ലാഹു തആല ബറക്കത്ത് കൊടുത്ത ഒരു സ്ഥാപനമാണ് അൽമദീന ഇസ്ലാമിക് സെന്റർ. എല്ലാവർക്കും അറിയാം, മഞ്ഞനാടിൽ നിലകൊള്ളുന്ന വലിയ സ്ഥാപനമാണ്. ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് കെട്ടിടങ്ങളും ഉൾക്കൊണ്ട വലിയ സ്ഥാപനം. നിങ്ങളെപ്പോലത്തെ മുഅ്മിനീങ്ങളുടെ സഹായ സഹകരണം കൊണ്ട് 10-20 കൊല്ലമായ ആ സ്ഥാപനം അവിടെ പ്രവർത്തിച്ചു വരുന്നത്. അല്ലാഹു തആല അത് ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലെത്തിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ആ സ്ഥാപനത്തിന്റെ സമ്മേളനം അടുത്ത ഇതേ മാസം 12, 13, 14
13, 14, 15 എന്ന തീയതികളിൽ ഇൻഷാ അല്ലാഹ് 13-ന് ദിക്ർ ഹൽഖ ഉണ്ടാകും, 15-ന് പൊതുസമ്മേളനം ഉണ്ടാകും. വലിയ വലിയ ആലിമീങ്ങളും സാദാത്തുക്കളും മുഅ്മിനീങ്ങളും ആ സംബന്ധിക്കുന്ന സദസ്സിൽ നാം എല്ലാവരും ആ സദസ്സിൽ പോയി ആ സദസ്സിന്റെ ബറക്കത്ത് കരസ്ഥമാക്കാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് ഈ സമയത്ത് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പൊ ഞാനിവിടെ കയറി വരുമ്പോൾ മുഹിമ്മാത്തിന്റെ ഉസ്താദന്മാർ, ബഹുമാനപ്പെട്ട അവിടുത്തെ മാനേജർ ഖാദിർ സഖാഫി അടക്കം ഒരുപാട് ആൾ കയറി വന്ന് അവര് എല്ലാവർക്കും ഒരു ക്ഷണം വലിയൊരു ദുആ സമ്മേളനം, ദിക്ർ മജ്ലിസ്, പ്രാർത്ഥന, വലിയൊരു ദുആ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഡിസംബർ 10-ാം തീയതി നല്ലൊരു മജ്ലിസ്. ബഹുമാനപ്പെട്ട ത്വാഹിർ തങ്ങൾ ഉസ്താദ് വലിയ കറാമത്തിന്റെ ഉടമയാണ്. നമ്മുടെ ഇവിടുത്തെ ഉസ്താദന്മാരിൽ നിന്ന് 3 ഉസ്താദന്മാർ അൽഹംദുലില്ലാഹ് ത്വാഹിർ തങ്ങൾ ഉസ്താദ് സമുദായത്തേക്ക് ചെയ്ത സമ്മാനങ്ങളാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ മുസ്തഫ ഉസ്താദും അബൂബക്കർ ഉസ്താദും അതുപോലെ ബഷീർ ഉസ്താദും 3 ഹിമമികൾ അൽഹംദുലില്ലാഹ് മുഹിമ്മാത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ സ്വത്തുകളാണ്. ആ ത്വാഹിർ തങ്ങൾ ഉസ്താദ് അങ്ങനെ ആയിരക്കണക്കിന് ആലിമീങ്ങളെ ഈ സമുദായത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കണേ റഹ്മാനെ, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണേ റബ്ബേ. ആ ത്വാഹിർ തങ്ങൾ ഉസ്താദിന്റെ സാന്നിധ്യം കൊണ്ട് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ആ സ്ഥാപനത്തിന്റെ ദുആ സമ്മേളനം അതുപോലെ ദുആ ഹിജാബത്തുള്ള ഒരു ക്യാമ്പ്, ഒരു പരിപാടിയായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ആ സദസ്സിൽ പോകാൻ പ്രത്യേകിച്ച് ക്ഷണിക്കാൻ വേണ്ടി എന്നെ ആ ബഹുമാനപ്പെട്ട ഖാദിർ സഖാഫി അടക്കമുള്ള ഉസ്താദ് അറിയിച്ചിട്ടുണ്ട്. എല്ലാവരെയും ആ പരിപാടിയിൽ സംബന്ധിക്കാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ. പിന്നെ പലരും നമുക്ക് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പലരും അൽഹംദുലില്ലാഹ് ഈ സ്വലാത്തിൽ വന്നിരുന്ന് ഫലം കാണുന്നവരുണ്ട്. ഇപ്പൊ ഞാനിവിടെ വരുന്ന സമയത്ത് ഒരുപാട് ആൾ പല പ്രശ്നത്തിലാണ്. ഇന്ന് ഉച്ചക്ക് ഞാൻ ഇരുന്ന ആള് ഇപ്പൊ സ്വലാത്തിന് വരാൻ തന്നെ വെയിറ്റ് ആയത് ഒരുപാട് പെണ്ണുങ്ങളും ആണുങ്ങളായിട്ട് പല പ്രശ്നങ്ങളും ദുഃഖം കൊണ്ട് പറയുന്ന പലരുമുണ്ട്. റബ്ബേ വലിയ വിഷമമാണ് അവർക്ക്. പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ കണ്ണ് വെള്ളം വരികയാണ്. അർഹമുർ റഹീമീന റബ്ബേ, എല്ലാ പ്രശ്നങ്ങളും നീ തീർത്തു കൊടുക്കണേ റബ്ബേ. എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ റബ്ബേ. എല്ലാവർക്കും 2 ലോകത്ത് വിജയം നൽകണേ റഹ്മാനെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇപ്പൊ ലാസ്റ്റ് വരുമ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ ഒരു വിഷമം നിങ്ങളോട് പറഞ്ഞിരുന്നു, അതിന്റെ 3 സ്വലാത്തിന് വരാൻ പറഞ്ഞിരുന്നു. ഇന്നാണ് എന്റെ 3 സ്വലാത്ത്. അൽഹംദുലില്ലാഹ് ഏകദേശം 99% എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു മകൾക്ക് എവിടുന്ന് ഒരു പെൺകെട്ട് വന്നുകൊണ്ടുണ്ടായിരുന്നില്ല. അൽഹംദുലില്ലാഹ് എല്ലാം സംസാരം കഴിഞ്ഞു. ഇനി അവസാനം ഒരു സംസാരം മാത്രം ബാക്കിയുള്ളൂ. ബാക്കി അൽഹംദുലില്ലാഹ് ഏകദേശം ഒക്കുന്ന മാതിരിയാണ് കണ്ടത് എന്ന് സന്തോഷ വാർത്ത അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ സദസ്സിൽ അദ്ദേഹമുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഉദ്ദേശം അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുകയും എല്ലാ വിഷമങ്ങളും അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്യട്ടെ. അതുകൊണ്ട് നേരത്തെ നമ്മുടെ ഈ ഗേറുകട്ടയിലെ ഒരു ചെറുപ്പക്കാരൻ അഷ്റഫ്, അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞു ഒരു പൊന്നി കാണാതായിട്ടിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ സ്വലാത്തിൽ നേർച്ച ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ പറഞ്ഞ അൽഹംദുലില്ലാഹ് നേർച്ച ഏൽപ്പിച്ചു, പൊന്നി എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹം എന്നോട് വിളിച്ച് നേരത്തെ വന്ന് അവിടെ വന്ന് പറഞ്ഞു പോയി. അങ്ങനെ പല അള്ളാഹു തആല പല ബറക്കത്ത് നൽകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരുപാട് ഉദാഹരണങ്ങൾ അതിന് പറഞ്ഞു. അർഹമുർ റഹീമീനായ റബ്ബ് ബറക്കത്ത് വർദ്ധിപ്പിച്ചു തരട്ടെ. ഒരുപാട് അള്ളാഹു തആല പല പ്രശ്നത്തിനും പരിഹാര കേന്ദ്രമായി ഈ മജ്ലിസിനെ അള്ളാഹു തീർക്കുമാറാകട്ടെ എന്ന് പ്രത്യേകിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ഓൺലൈനിൽ പരിപാടി ഒരുപാട് നമ്മുടെ പ്രവർത്തകന്മാർ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വീക്ഷിക്കുന്നതിൽ ജലീൽ മനാർ സൗദിയിൽ നിന്ന് അദ്ദേഹം വിളിച്ച് അദ്ദേഹത്തിന് മെസ്സേജിലൂടെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ 9 കൊല്ലമായി കല്യാണം കഴിച്ച് മക്കളില്ല, ദുആ ചെയ്യണം, 1000 രൂപ സംഭാവന ഏൽപ്പിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അർഹമുർ റഹീമീനായ റബ്ബേ, അദ്ദേഹത്തിന് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ റബ്ബേ, സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ലാഹ്. പലരും റബ്ബേ മക്കളില്ലാതെ ഈ സദസ്സിൽ നേർച്ച ചെയ്തിരിക്കുന്നവരുണ്ട്. അങ്ങനെ പലരും മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റഹ്മാനെ. എല്ലാവർക്കും സ്വാലിഹീങ്ങളായ മക്കൾ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അങ്ങനെ ഉസ്താദ് എഴുതി അറിയിച്ചിട്ടുണ്ട്. ഓൺലൈനിൽ പരിപാടി മജ്ലിസ് വീക്ഷിക്കുന്ന ഒരുപാട് വിദേശത്തിൽ അവിടെ എങ്ങനെയാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടിൽ അറിയുന്ന നടക്കുന്ന എല്ലാ പരിപാടിയും അൽഹംദുലില്ലാഹ് മഗ്രിബ് വരെ ഡ്യൂട്ടിക്ക് പോയി അതിനുശേഷം വന്ന് ഓൺലൈനിൽ ഓൺ ചെയ്ത് സുന്നത്ത് ജമാഅത്തിന്റെ പരിപാടി വീക്ഷിക്കുന്ന ഒരുപാട് കർമ്മധീരരായ പ്രവർത്തകന്മാർ സൗദിയിലും ദുബായിലും ഖത്തറിലും ഒമാനിലും ബഹ്റൈനിലും കുവൈത്തിലും ഒക്കെ ഉണ്ട്. അവരൊക്കെ പലരും നമ്മുടെ ക്ലാസ് റൂമിൽ കയറി ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ പ്രത്യേക കാര്യം വെച്ച് ദുആ ചെയ്യാൻ അറിയിച്ചിട്ടുണ്ട് എന്ന് ഉസ്താദ് എഴുതി തന്നിട്ടുണ്ട്. അത് അർഹമുർ റഹീമീനായ റബ്ബേ, അവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ റബ്ബേ. നമ്മുടെ ഈ മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രവർത്തകർ റബ്ബേ സൗദിയിലെ ദമാമിലും അതുപോലെ ജുബൈലും കോബറിലും അൽഹസയിലും റിയാദിലും അതുപോലെ ബുറൈനിലും മക്കയിലും മദീനയിലും ജിദ്ദയിലും ഒരുപാട് പ്രവർത്തിക്കുന്ന പ്രവർത്തകരുണ്ട് റബ്ബേ. പേര് പറയേണ്ടതില്ല, നിനക്കറിയാമല്ലോ അവരുടെ റബ്ബേ അവർ ചെയ്യുന്ന ഓരോ
പ്രവർത്തനങ്ങളെ നെട്ടിപ്പിക്കുകയാണ് ഞങ്ങളെ. അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും നൽകണേ റബ്ബേ. അവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും എല്ലാ മേഖലകളും നീ ബറക്കത്ത് നൽകണേ റബ്ബേ. ഒരു കുടുക്കിലും നീ കുടുക്കിക്കളയല്ലേ റബ്ബേ. ഇപ്പൊ നിതാക്കാത്തിന്റെ പ്രശ്നത്തിൽ പലരും ടെൻഷനിലാണ് റബ്ബേ. എല്ലാ നിലക്കും നീ അവരെ രക്ഷപ്പെടുത്തണേ റബ്ബേ. എല്ലാ നിലക്കും നീ ഖൈറിന്റെ വഴികൾ അവർക്ക് തുറന്നു കൊടുക്കണേ റബ്ബേ. അതുപോലെ UAE-യിലെ ദുബായിലും അബുദാബിലും ഷാർജയിലും അതുപോലെ അല്ലയിലൊക്കെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുണ്ട്. അള്ളാഹുവെ അവർക്കൊക്കെ നീ ഖൈറും ബറക്കത്തും നൽകണേ റബ്ബേ. അതുപോലെ ഒമാനിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, നീ ഖൈറും ബറക്കത്തും നൽകണേ റബ്ബേ. ഖത്തറിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുണ്ട് റബ്ബേ. എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും ഹിമ്മത്തും ദീർഘായുസ്സും നൽകണേ റബ്ബേ. എല്ലാവർക്കും അള്ളാഹുവെ എല്ലാവരെയും സർവ്വ കുടുക്കുകളിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ അല്ലാ, നീ രക്ഷപ്പെടുത്തണേ അല്ലാ. പിന്നെ പലരും ദുആ ചെയ്യാൻ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ഉസ്മാൻ ഹാക്ക അദ്ദേഹത്തിന്റെ ഒരു പുള്ളിക്ക് പിന്നെ കല്യാണം എല്ലാം ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞ് 500 രൂപ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അർഹമുർ റഹീമീനായ റബ്ബേ, എത്രയും റാഹത്തിലാക്കി ആ പരിപാടി നീ തീർക്കണേ റഹ്മാനെ. സന്തോഷത്തോടെ നീ കഴിച്ചു കൂട്ടണേ റഹ്മാനെ. അതുപോലെ അദ്ദേഹം ദുആ ചെയ്യാൻ സങ്കല്പിച്ചിട്ടുണ്ട്. അർഹമുർ റഹീമീനായ റബ്ബേ, എല്ലാ വിഷമങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. നേരത്തെ ഗണ്ടൽഘട്ട ഹമീദ് നമ്മുടെ UAE-യിലെ വലിയ ഒരു പ്രവർത്തകൻ, UAE-യിലെ ICF-ലും മൽജയിലും മൻഷറിനും അതുപോലെ മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്. ആ പ്രവർത്തകരിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ഹമീദ് ഗണ്ടൽഘട്ടെ, സുബ്ഹാനല്ലാഹ്, നാവിൽ ചെറിയൊരു വിഷമം കൊണ്ട് ഒരുപാട് ചികിത്സയിലായി ഒരുപാട് ദിവസമായി ചികിത്സയിൽ കഴിയുന്നത്. അദ്ദേഹം ഇപ്പോൾ വിളിച്ച് സംസാരിക്കാൻ കഴിയുന്നില്ല. KMC-യിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ പോവാണെന്ന് പറഞ്ഞു. കഴിയുന്നില്ല സംസാരിക്കാൻ. കാണുമ്പോൾ ദുഃഖം വരികയാണ്. സുബ്ഹാനല്ലാഹ്, അർഹമുർ റഹീമീനായ റബ്ബേ, നീ ശിഫ നൽകണേ റബ്ബേ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, നിന്റെ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാഹ്, നീ ശിഫ നൽകണേ അല്ലാഹ്, നീ ശിഫ നൽകണേ റബ്ബേ. അതുപോലെ ഒരുപാട് രോഗികളുണ്ട് റബ്ബേ. എല്ലാവരുടെ രോഗങ്ങൾ നീ ശിഫ നൽകണേ അല്ലാഹ്. 1-2 ദിവസത്തിന് മുമ്പ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി 2 രോഗികളെ കണ്ടു റബ്ബേ. നീ ശിഫ നൽകണേ റബ്ബേ, നീ ശിഫ നൽകണേ റബ്ബേ. അങ്ങനെ പല രോഗികൾ ഞങ്ങളോട് ദുആ കൊണ്ട് പറയുന്നുണ്ട്, നീ ശിഫ നൽകണേ റഹ്മാനെ. നമ്മുടെ വടക്കബയിലെ നമ്മുടെ ഒരു പ്രവർത്തകൻ മജീദ് മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ വാപ്പ ഞാൻ പോയി ഹോസ്പിറ്റലിൽ പോയി കണ്ടിരുന്നു. സുഖമില്ലാതെ വലിയൊരു സുഖേട് കൊണ്ട് അദ്ദേഹം കഴിയുകയാണ്. അർഹമുർ റഹീമീനായ റബ്ബേ, നീ ശിഫ നൽകണേ റബ്ബേ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, നിന്റെ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ റഹ്മാനെ, നീ ശിഫ നൽകണേ റബ്ബേ, നീ ശിഫ നൽകണേ റബ്ബേ. ഈ അടുത്ത് ഒരു 2-3 ദിവസത്തിന് മുമ്പ് നമ്മുടെ ഒരു മുഫത്തിഷ് മരണപ്പെട്ടു പോയി. അർഹമുർ റഹീമീനായ റബ്ബേ, അദ്ദേഹത്തിനെ നീ ആഖിറത്തിൽ രക്ഷപ്പെടുത്തണേ റബ്ബേ, നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. അദ്ദേഹം പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ നീ ഏതെങ്കിലും ഒന്നിലെങ്കിലും നീ സ്വീകരിച്ചുകൊണ്ട് പടച്ച റബ്ബേ, നീ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ, നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. സർവ്വ സ്വാലിഹീങ്ങളെ ബറക്കത്ത് കൊണ്ട് നീ ആഖിറത്തിൽ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. നീ അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അങ്ങനെ പലരും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. എല്ലാവരുടെ ഖബറുകൾ അല്ലാഹു തആല സന്തോഷിപ്പിക്കുമാറാകട്ടെ. പലരും ഞങ്ങളോട് ദുആ കൊണ്ട് ഇന്നും ഇന്നലകളിലുമായി പലരും ഞങ്ങളോട് ദുആ കൊണ്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അർഹമുർ റഹീമീനായ റബ്ബേ, എല്ലാവർക്കും നീ എല്ലാ പ്രശ്നങ്ങളും എല്ലാവരുടെയും നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. നമ്മുടെ നേതാവ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ അവർക്ക് സുഖമില്ല. അല്ലാഹുവേ, നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റബ്ബേ, ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റബ്ബേ, ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുപോലെ ഷെയ്ഖ് ബാവ നമ്മുടെ വലിയ പ്രവർത്തകനാണ്. ഒരു സദസ്സിലും അദ്ദേഹത്തെ മറക്കാൻ പറ്റൂല. അദ്ദേഹത്തിന്റെ കുടുംബത്തെ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് അദ്ദേഹത്തെ മനുഷ്യരനെ അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നേരത്തെ വിളിച്ചു, ഇന്ന് സ്വലാത്താണെന്ന് പറഞ്ഞുകൊണ്ട് മഗ്‌രിബിന് മുമ്പ് തന്നെ അദ്ദേഹം വിളിച്ച് ദുആ ചെയ്യാൻ അറിയിച്ചിട്ടുണ്ട്. അർഹമുർ റഹീമീനായ റബ്ബേ, അദ്ദേഹത്തിന്റെ വാപ്പയുടെ സുഖേട് നീ സുഖപ്പെടുത്തി കൊടുക്കണേ റഹ്മാനെ. അദ്ദേഹത്തിന്റെ പെങ്ങളുടെ ഭർത്താവിന്റെ സുഖേട് പൂർണ്ണമായി നീ സുഖപ്പെടുത്തി കൊടുക്കണേ റഹ്മാനെ, നീ സുഖപ്പെടുത്തി കൊടുക്കണേ റബ്ബേ. അദ്ദേഹത്തെ നീ 2 ലോകത്ത് വിജയിപ്പിക്കണേ റഹ്മാനെ, ബർക്കത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. പലരും ഞങ്ങൾക്ക് ഇന്ന് രാവിലെ നമ്മുടെ ഉസ്താദ്മാരൊക്കെ മംഗലാപുരത്ത് പോയിട്ട് ചില നമ്മുടെ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടി പല മീനുകളും പിന്നെ ഇറച്ചും കോയും അതുപോലെ ഉള്ളിയും ഒക്കെ ആ മാസത്തിൽ ഒരു പ്രാവശ്യം ഉള്ളി തരുന്നവരും, ഒരു ദിവസം മീൻ തരുന്നവർ, മാസത്തിൽ ഒരു പ്രാവശ്യം ഇറച്ചി തരുന്നവർ ആരാണെന്നും എല്ലാ കടകളിൽ കയറി നമ്മുടെ ഉസ്താദന്മാർ പ്രവർത്തിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹു അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് അത് ഒരുപാട് ആൾ അത് ഏറ്റെടുത്തു. ഇന്ന് തന്നെ ഒരുപാട് മീനും ഉള്ളിയും അതുപോലെ പല സാധനവും
വാഹനങ്ങളുമായി മംഗലാപുരത്തുന്നവർ രാവിലെ പോയി 6 മണിക്ക് തന്നെ മംഗലാപുരത്തെത്തി പലരും കൊണ്ടുവന്നിട്ടുണ്ട്. അർഹമുർ-റഹീമിനായ റബ്ബേ, അതിന് പ്രവർത്തിച്ച ഉസ്താദന്മാർക്കും അതുപോലെ റബ്ബേ പ്രവർത്തിച്ച സ്റ്റാഫുകൾക്കും അതുപോലെ നൽകിയവർക്കെല്ലാം നീ ഖൈറും ബറക്കത്തും നൽകണേ റബ്ബേ. ഒരു നിലക്കും അവരെ നീ കുടുക്കിക്കളിയല്ല റബ്ബേ, ഐശ്വര്യം വർദ്ധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഈ സ്വലാത്ത് കമ്മിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ഈ കഴിഞ്ഞ ആഴ്ച ഈ സ്വലാത്ത് കമ്മിറ്റി ഇൻഷാ അല്ലാഹ് ഇത് നമുക്ക് നല്ല ഉദ്ദേശത്തോടെ ഇത് വിപുലമാക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ട് പ്രിയപ്പെട്ടവരെ നാം ഒരു ചെറിയൊരു കമ്മിറ്റി അതിനുണ്ടാക്കി. ഇൻഷാ അല്ലാഹ് അതിലൊക്കെ നമ്മുടെ അബ്ബണാക്കയും ഹമീദാക്കയും അതുപോലെ നമ്മുടെ ഈ നാട്ടിലുള്ള പല കരീമും അതുപോലെ പല പ്രവർത്തകന്മാരടങ്ങുന്ന ചുറ്റുഭാഗത്തിൽ നിന്നും ജാരികവയിൽ നിന്നും അതുപോലെ കണിയൂർ നിന്നൊക്കെ പ്രവർത്തകന്മാരെ കൂട്ടി ഒരു കമ്മിറ്റി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്കൊക്കെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അവരുടെ നാട്ടിൽ ഒരുപാട് സംഘടന ഉണ്ട്, അതിലുള്ള അവർ നേതാക്കന്മാരാണ്. അതൊക്കെയും വിട്ട് അതൊക്കെ ഉള്ളതോടൊപ്പം മൻസറിന് വേണ്ടി വിളിച്ചപ്പോൾ ഉടൻ വന്ന കമ്മിറ്റിയിൽ അംഗത്വം വാങ്ങുകയും അതുപോലെ അതിൽ പിന്നെ പ്രസിഡന്റ് സെക്രട്ടറി ആക്കുമ്പോൾ അൽഹംദുലില്ലാ അത് വളരെ അഭിമാനത്തോടെ ഏറ്റെടുക്കുകയും ചെയ്ത ആ പ്രവർത്തകർ അവർക്ക് അവർ പ്രവർത്തനത്തിന് സ്ഥലമില്ലാത്തത് കൊണ്ടല്ല, അതെല്ലാം ഈ സ്ഥാപനത്തോടുള്ള സ്നേഹം കൊണ്ടാണ്. നമ്മുടെ ഈ മുതഅല്ലിമീങ്ങളോടും ഇവിടെയുള്ള ഉസ്താദന്മാരോടും ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയിലൊക്കെ അവർ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, സന്തോഷിക്കുന്നത് കൊണ്ടാണ്. അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ എസ് എ അബ്ദുൽ ഖാദർ ഹാജി, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ റബ്ബേ. അബ്ബണാക്ക സുഖമില്ല, നമ്മുടെ കൂടെ ഓടുകയാണ്, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ റബ്ബേ. അങ്ങനെ പലർക്കും ദുആ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നമ്മുടെ ബുർദയ്ക്ക് ശേഷം ബുർദയുടെ ആ ഈണങ്ങൾ പാടിയതിന് ശേഷം നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. അള്ളാഹു ഈ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി നമ്മളിൽ നിന്ന് കബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഇവിടെ നമ്മുടെ കലണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കലണ്ടറിന്റെ ഒരു ഉദ്ഘാടനം ഇവിടുന്ന് നടക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതൊക്കെ മുസ്തഫ ഉസ്താദ് ഇൻഷാ അല്ലാഹ് പറയും. അതിനുശേഷം പിന്നെ നമ്മുടെ വിദ്യാർത്ഥിയെ സ്വീകരിക്കലുണ്ട്. അങ്ങനെ പല പരിപാടിയും ഇവിടുന്ന് നടക്കുന്നുണ്ട്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പെട്ടെന്ന് പിരിയാം. ആരും വലിയൊരു ദുആ ആണ് ഏറ്റവും എല്ലാവരും പ്രതീക്ഷിക്കേണ്ടത്. അത് നഷ്ടപ്പെടുത്തി ആരും പോകരുത്. പിന്നെ ആ തബറക്കിനുണ്ടാക്കിയ ആ ബറക്കത്തൊക്കെ വാങ്ങി പോകണമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു.